സ്ട്രോയ്ക്ക് 1 രൂപ അധികം വാങ്ങുന്നത് പോലെ വിത്തൗട്ട് ഷുഗർ ഡ്രിങ്ക്സ് വാങ്ങുമ്പോൾ വില കുറച്ച് കൊടുക്കണ്ടേ? വിത്തൗട്ട് ഷുഗർ ഡ്രിങ്ക്സ് വാങ്ങുമ്പോൾ ഞങ്ങളുടെ പണി കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ വില കൂടുതലാണ് ടെക്നിക്കലി തരേണ്ടത്. സ്ട്രോ എന്ന് പറയുന്നത് ഞങ്ങൾ വില കൊടുത്ത് വാങ്ങുന്ന ഒരു സാധനമാണ്. ഷുഗർ എന്ന് പറയുന്നത് അഗെയിൻ ഞങ്ങൾ വില കൊടുത്ത് വാങ്ങുന്ന സാധനം തന്നെയാണ്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ബില്ല് ചെയ്യുന്ന സമയത്ത് നിങ്ങളത് ഇൻസ്ട്രക്ട് ചെയ്യണം. ആ ഇൻസ്ട്രക്ഷൻ ആ ബില്ലിലേക്ക് ആഡ് ചെയ്യണം. അപ്പൊ ഒരാളുടെ ജോലി കൂടുകയാണ്, സമയം കൂടുകയാണ്. ഇത് എന്ത് ജാതി തൊലിഞ്ഞ വർത്തമാനമാണ് ഈ പറയണ മനുഷ്യൻ. എനിക്ക് പൊതുവേ ഈ മൃണാൽ എന്ന് പറഞ്ഞ ആളെ ഞാൻ കുറേ കാലമായിട്ട് ഫോളോ ചെയ്യുന്നതാണ്. അയാളുടെ വീഡിയോസ് കാണുന്നതാണ് എനിക്കിഷ്ടമാണ്. അയാൾ സത്യസന്ധമായിട്ട് ഓരോ കടയിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അയാളുടെ അഭിപ്രായം പറയുന്നു എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ. എനിക്ക് അയാളുടെ ഒരു വ്യക്തിത്വവും അയാൾ പറയുന്ന കാര്യങ്ങളും ഒക്കെ എനിക്ക് പൊതുവേ ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഇയാളുടെ ഈ റെസ്റ്റോറൻറ്റ് കൺസെപ്റ്റും അതിലെ കഴിക്കുന്നതിന് മാത്രം പൈസ കൊടുക്കുന്ന പരിപാടി എല്ലാം ഓക്കെ. അപ്പോൾ അയാൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ അറ്റാക്ക് നടക്കുന്നു എന്നുള്ള കാര്യമൊക്കെ ശരിയാണ്. എല്ലാം എനിക്ക് അങ്ങനെ ഒരു വലിയ വിഷയമായിട്ട് തോന്നിയിട്ടില്ല ഇത്രയും നാൾ വരെ. പക്ഷേ ഈ പറഞ്ഞത് ഇതൊരു എരപ്പ വർത്തമാനമാണ് പറഞ്ഞത്. സ്ട്രോക്ക് 1 രൂപ അഡീഷണൽ വാങ്ങുന്ന ആൾ എന്തായാലും വിത്തൗട്ട് ഷുഗർ എന്ന് പറയുന്ന സാധനത്തിന് 1 രൂപയെങ്കിൽ 1 രൂപ കുറച്ച് കൊടുക്കണം. വിത്തൗട്ട് ഷുഗർ എന്ന് പറയുമ്പോൾ അതിൻ്റെ പൈസ കുറയ്ക്കണം. വിത്തൗട്ട് മിൽക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെയും പൈസ കുറയ്ക്കണം. ഇത് ലോകത്ത് ആരും ചെയ്യാത്തൊരു കാര്യമാണ്. അത് ചെയ്യുമ്പോൾ കൂടുതൽ പൈസ ചിലവാണ് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ ലോജിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ കോഫി ഹൗസ് പോയി കഴിഞ്ഞാൽ വിത്തൗട്ട് ചായക്ക് അവിടെ സാധാ ചായനൊക്കെ പൈസ കുറവാണ്. അത് ബില്ല് ചെയ്യുന്ന സമയത്ത് വിത്തൗട്ട് ഷുഗർ ഉള്ള ചായയാണെങ്കിൽ 1 രൂപ കുറച്ച് ബില്ല് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ മാത്രം അതിൽ കൊടുത്താൽ പോരെ. ഈ വിത്തൗട്ട് ഷുഗർ ആണ് കഴിച്ചതെന്നുള്ളത് ഒരാളെ ഇൻസ്പെക്ട് ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ കുടിച്ചുകൊണ്ടിരിക്കുന്ന ചായ വാങ്ങി കുടിച്ചു നോക്കണം എന്നൊക്കെ പറയുന്ന തീട്ട ന്യായം എന്ന് പറയുന്നതിന് ഇങ്ങനത്തെ തീട്ട ന്യായം പറയാൻ നിൽക്കരുത്. ഇത്രയും കാലം പറഞ്ഞതും ഇളിച്ചതും ഒക്കെ കേട്ടിട്ട് ശരിയാണെന്ന് തോന്നിയിരുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് പോലും ഇപ്പോൾ പറഞ്ഞ ഈ തീട്ട വർത്തമാനം കേട്ടിട്ട് ദേഷ്യമാണ് വന്നത്. ഇങ്ങനത്തെ അലമ്പ് വർത്തമാനങ്ങൾ പറയരുത്. മാന്യമായിട്ട് നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു പോകും മൃണാലേട്ടാ.